അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ പുതിയ വീഡിയോ. അങ്ങനെ ഏതാനും ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി അങ്ങനെ 1000 കിലോമീറ്റർ തികച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച എനിക്ക് തന്നെ ഞാൻ ഈ നിമിഷത്തിൽ നന്ദി പറഞ്ഞു കൊള്ളുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഉമേഷും സർവീസിന് പോകുന്നത് തന്നെ ഏകദേശം 2 ആഴ്ച മുമ്പാണ്. അതായത് 2 ആഴ്ചയായി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇതുവരെയായിട്ടും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. സോറി ഫോർ ദ ഡിലേ ഗൈസ്. അങ്ങനെ നമ്മൾ ഷോറൂമിലെത്തി അവിടെ ഇരുന്ന് ഇടിച്ചതും പൊളിഞ്ഞതുമായ വണ്ടികളെയൊക്കെ ഒന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ വണ്ടി എടുക്കാൻ ആൾ വന്നു. നമ്മുടെ വണ്ടി മാത്രം അല്ലായിരുന്നു കേട്ടോ, ഒരുപാട് വണ്ടി ഇവിടെ സർവീസിന് കൊണ്ടുവന്നിട്ടുണ്ട്. 10:30 വണ്ടി കൊണ്ടുകൊടുത്താൽ ഞങ്ങളടുത്ത് അവർ പറഞ്ഞത് 1 മണിയാകും തിരിച്ച് വണ്ടി കിട്ടാനെന്ന്. വേണമെങ്കിൽ തിരിച്ച് വീട്ടിൽ പോയിട്ട് വരാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് പോയിട്ട് വരാൻ ഞങ്ങൾക്ക് 2 പേർക്കും മടിയായതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ആ പറഞ്ഞത് അബദ്ധമായി പോയെന്ന് പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. ഏകദേശം ഞങ്ങൾ 1/4 മണിക്കൂർ വണ്ടിയിൽ എന്താ ചെയ്യുന്നതെന്ന് കണ്ണുമോ വെട്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം എനിക്ക് അന്ന് ചെറിയ പനി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇരുന്നിരുന്ന് എനിക്ക് ആ പനി വലിയ പനിയായി. വാസ്തവത്തിൽ എനിക്ക് ഒട്ടും വയ്യാണ്ടായി. കുറച്ചു നേരം അങ്ങനെ ഞാനും ഉമേഷും ഇരുന്നതിന് ശേഷം പിന്നെ എണീച്ച് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം നിന്ന് ആർമാദിച്ചതിന് ശേഷം നമ്മുടെ വണ്ടി അങ്ങനെ സർവീസും വാട്ടർ സർവീസും എല്ലാം കഴിഞ്ഞ് കൊണ്ടുവരുന്ന കണ്ടപ്പോൾ കുറച്ച് സമാധാനമായി. പിന്നെ ഷോറൂമിൽ നിന്ന് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 1 മണി ആവാറായപ്പോഴാണ് വണ്ടി നമ്മുടെ കൈ കിട്ടിയത്. പിന്നെ ഫസ്റ്റ് സർവീസ് ആണ്, ഫ്രീ സർവീസ് ആണെന്ന് പറഞ്ഞാലും ഫ്രീ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലേബർ ചാർജ് ഇല്ലാണ്ടുള്ള സർവീസ് ആണ്. അങ്ങനെ ലേബർ ചാർജ് ഇല്ലാണ്ട് ഏകദേശം 1700 രൂപയോളം ആയി നമ്മുടെ ഫസ്റ്റ് സർവീസ്. അങ്ങനെ അത് കഴിഞ്ഞ് പനിയും പിടിച്ചിരിക്കുന്ന എന്റെ പൊട്ട മനസ്സിൽ ഒരു ആഗ്രഹം, ഒരു ഷാർജ കുടിച്ചാലോ എന്ന്. അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചു ഗൈസ്. ഞങ്ങൾ ഷാർജ വാങ്ങി. ഷാർജ മുഴുവൻ അങ്ങ് ഉള്ളിൽ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, പനി എനിക്ക് കൂടിയെന്ന്. അപ്പൊ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.